ഭാരതാംബയെ അധിക്ഷേപിച്ച സംഭവത്തിൽ ഇടത് സംഘടനാ നേതാവിനെതിരെ നടപടി വൈകിപ്പിച്ച VSSC പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിട്ടും നടപടി എടുക്കുന്നില്ലെന്ന് പരാതി. ഇടത് സർവീസ് സംഘടനാ നേതാവും VSSC ഉദ്യോഗസ്ഥനുമായ GR പ്രമോദാണ് ഭാരതാംബയെയും പ്രധാനമന്ത്രിയെയും സാമൂഹിക മാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചത്. വിവരം നൽകാൻ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഭാരതാംബയെ അധിക്ഷേപിച്ച സംഭവം, അതായത് ഒരു ഇടത് സംഘടനാ നേതാവ്, അത് VSSC ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കേന്ദ്ര സർക്കാരിനെ അടക്കം വിമർശിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഇട്ടിട്ട് അദ്ദേഹത്തിനെതിരെ നടപടി ഇല്ല ഇതുവരെ എന്നാണ് ഇപ്പോൾ ആരോപണം. കൂടുതൽ വിവരങ്ങൾ. നിഖിൽ, കേന്ദ്ര സ്ഥാപനമായ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ ഉദ്യോഗസ്ഥനാണ് GR പ്രമോദ്. GR പ്രമോദിന് എതിരെയാണ് നടപടിയെടുക്കാത്തത്. പ്രധാനമന്ത്രിയെയും അവഹേളിക്കുന്നു, കേന്ദ്ര സർക്കാരിനെ അവഹേളിക്കുന്നു. അതിലുപരിയായി ഭാരതമാതാവിനെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ വിമർശിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളടക്കം പുറത്തു വരികയും ചെയ്തു. ഇതിൽ പരാതി VSSC ഡയറക്ടർക്കടക്കം നൽകിയെങ്കിൽ പോലും VSSC ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടികളും ഈ രണ്ടാഴ്ചക്കിടയിൽ ഉണ്ടായിട്ടേയില്ല. വലിയ രീതിയിൽ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതായത് GR പ്രമോദ് എന്നാൽ അദ്ദേഹം ഒരു ഇടതു സംഘടനാ നേതാവാണ്. ഈ സർവീസ് സംഘടനയുടെ നേതാവ് കൂടിയാണ്. ഉന്നത രാഷ്ട്രീയ ബന്ധമുള്ളതാണ്. CPM-ലും സർക്കാരിലുമെല്ലാം, സംസ്ഥാന സർക്കാരിലുമെല്ലാം ഉന്നത രാഷ്ട്രീയ ബന്ധം ഉള്ള ആളാണ് ഈ GR പ്രമോദ്. അദ്ദേഹത്തിനെതിരെയാണ് നടപടിയെടുക്കാത്തത്. അത് ഇദ്ദേഹത്തിന് രാഷ്ട്രീയ ബന്ധമുള്ളത് കൊണ്ടാണോ നടപടിയെടുക്കാത്തത് എന്നതടക്കമുള്ള സംശയങ്ങളും അതോടൊപ്പം തന്നെ ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉയരുന്നുണ്ട്. ഭാരതമാതാവിനെ അവഹേളിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പോസ്റ്റ് ഇടുന്നത്. ആ പോസ്റ്റിൽ വളരെ രീതിയിൽ വികലമായ രീതിയിൽ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ ചിത്രീകരിക്കുകയും ചെയ്യുന്നു. ഇതിനെതിരെ ദേശീയവാദികളായ നിരവധി പേർ രംഗത്ത് വരികയും പരാതി നൽകുകയും ചെയ്തിരുന്നു. ആ പരാതി നൽകിയെങ്കിൽ പോലും അതിനൊരു നടപടി ഉണ്ടാകുന്നില്ല. അതിനുശേഷമാണ് ഈ GR പ്രമോദിന്റെ പൂർവ്വകാല പോസ്റ്റുകൾ നമ്മൾ പരിശോധിക്കുന്നത്. ആ പൂർവ്വകാല പോസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും എല്ലാം സമാനമായ രീതിയിൽ വിമർശിക്കുന്ന ഒരു പോസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അതും വാർത്തയാകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഇത് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലുള്ള സ്ക്രീൻഷോട്ടുകളും വാർത്തകളും ഒക്കെ അതിൻ്റെ ലിങ്കോട് കൂടി തന്നെ ചില സംഘടനകളും വ്യക്തികളും അടക്കം പരാതി നൽകിയെങ്കിൽ പോലും പ്രമോദിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഇതുവരെ ഈ VSSC സ്വീകരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VSSC ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല. ഒന്ന് വിളിച്ച് വിശദീകരണം പോലും ചോദിക്കുവാൻ തയ്യാറായിട്ടില്ല എന്നും വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഭാരതമാതാവിനെ അവഹേളിച്ച സംഭവം അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി അടക്കം അവഹേളിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കേന്ദ്ര സർക്കാർ സർവീസിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് GR പ്രമോദ്. കേന്ദ്ര സർവീസ് ചട്ടം നിലനിൽക്കുന്നുണ്ട്. ഒരു സർവീസിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് എങ്ങനെ പെരുമാറണമെന്നതടക്കമുള്ള ചട്ടത്തിൽ റൂൾ ആയി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ചട്ടത്തിന് വിരുദ്ധമായിട്ടാണ് ഇദ്ദേഹം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞത്. ആ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞിട്ടും ആഴ്ചകൾ പിന്നിടുന്നു. അതിനുശേഷവും പരാതി നൽകുന്നു. പരാതിയിൽ പോലും ഒരു നടപടി ഉണ്ടാകാതെ ആ സർവീസിൽ സ്വച്ഛന്തമായി വിഹരിക്കുകയാണ് GR പ്രമോദ് എന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഇതുവരെ അദ്ദേഹത്തിനെതിരെ യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല. അത് അങ്ങനെ ഒരു നടപടി എടുക്കുവാൻ പോലും VSSCയുടെ ഡയറക്ടറേറ്റിൽ നിന്നും ഒരു സമീപനം ഉണ്ടാകുകയും ചെയ്തില്ല. നേരത്തെ സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം ഇതിൽ പരാതി നൽകിയിരുന്നു. പോലീസ് മേധാവിക്കടക്കം നൽകിയ പരാതി പോലീസ് ആസ്ഥാനത്തെ ഹൈടെക് സെല്ലിന് കൈമാറുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഗവർണർക്കും അടക്കം നൽകിയ പരാതിയിലെ അന്വേഷണത്തിലുള്ള അല്ലെങ്കിൽ ആ പരാതിയിലുള്ള നടപടികളും വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഇടത് സംഘടനാ നേതാവും ഉന്നതരായിട്ടുള്ള ഇടതുപക്ഷ നേതാക്കളുമായിട്ടെല്ലാം നല്ല ബന്ധം വെച്ചുപുലർത്തുന്ന ഈ GR പ്രമോദിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. അതായത് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ VSSCയും സ്വീകരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ആക്ഷേപമായി ഉയരുന്നത്. എന്തായാലും വലിയ രീതിയിൽ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഇതിൽ ഉയരുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ഒരു വലിയ ജനവിഭാഗം ആരാധിക്കുന്ന അല്ലെങ്കിൽ ഭാരതീയർ ഒന്നായിട്ട് ആരാധിക്കുന്ന ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ, നമ്മുടെ സാംസ്കാരിക പൈതൃക ബിംബത്തെ ആക്ഷേപിക്കുകയും വളരെ രീതിയിൽ വികലമായി ചിത്രീകരിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, കേന്ദ്ര സർക്കാരിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പാലിക്കേണ്ട മര്യാദകൾ പോലും പാലിക്കാതെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വികലമായി ചിത്രീകരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ നയങ്ങളെപ്പോലും കേന്ദ്ര പോളിസികളെപ്പോലും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോഴും VSSC സ്വീകരിക്കുന്നത് എന്നാണ് ആക്ഷേപമായി വരുന്നത്. അടിയന്തരമായി നടപടി കൈക്കൊള്ളണമെന്നവർ ആവശ്യവും ശക്തമാവുകയും ചെയ്യുന്നുണ്ട്. നിഖിൽ.